ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അങ്ങനെ രാവിലെ എണിച്ച് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് നേരെ 2-3 സ്ഥലത്തേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ നേരെ റെഡി ആയിട്ട് നമ്മൾ പോവാണ്. ആദ്യം നമ്മൾ പോയത് നമുക്കൊന്ന് ഹോമിയോ ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടാട്ടോ പോയത്. ആദ്യം കുറേ ആൾക്കാരിനെ കണ്ടപ്പോൾ ഭയങ്കര തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾക്ക് കാണിക്കാനുള്ള ഡോക്ടറിനോട് അങ്ങനെ തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഡോക്ടറിനെയൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മരുന്ന് വാങ്ങാൻ പോയി. പിന്നെ നമ്മൾ അടുത്തത് പോയത് സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. ഇവിടേക്കാട്ടെ നമ്മൾ എന്നും വരല്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കുറേ പച്ചക്കറി, പലചരക്ക് അങ്ങനെ എല്ലാ സംഭവങ്ങളും എടുത്തു. എനിക്ക് എന്താ അറിയില്ല, ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത മുതൽ തൊട്ടിട്ട് എനിക്ക് കാണുന്ന എല്ലാ സാധനവും വീഡിയോ എടുക്കാൻ വേണ്ടി തോന്നും കേട്ടോ. അങ്ങനെ കണ്ണിൽ കണ്ട എല്ലാ സാധനവും എടുത്തിട്ട് ഞാൻ ഇതൊക്കെ എന്തിനാണ് വീഡിയോ എടുത്തെന്ന് പോലും അറിയില്ല. പക്ഷെ അവിടെ ഇങ്ങനെ ഇരിക്കണം കണ്ടപ്പോൾ എനിക്കൊരു പുതിയ വീഡിയോ എടുക്കാൻ. അങ്ങനെ നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു. ബില്ലെടുക്കാൻ പോയി. അതുകൊണ്ട് നമ്മൾ നേരെ പലചരക്ക് സാധനങ്ങൾ എടുക്കാൻ പോയി. അവിടെ നിന്ന് കുറച്ച് സ്കിൻ കെയറും മേക്കപ്പൊക്കെ കണ്ടപ്പോൾ അത് നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ കൊട്ടയിൽ നിറച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മേലത്തെ ഫ്ലോർക്ക് പോയിട്ട് ഈ ഫ്ലവറൊന്നും നമ്മൾ വാങ്ങുന്നേ ഇല്ല. ജസ്റ്റ് വെറുതെ ഇങ്ങനെ നമ്മൾ തൊട്ട് നോക്കും, അതിൻ്റെ റേറ്റ് നോക്കും, അവിടെ തന്നെ വെക്കും. അങ്ങനെയായിരുന്നു. നമ്മൾ ആകെ എന്തോ ഒരു നൈഫ് വാങ്ങാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ വീണ്ടും ഒരു മിറർ കണ്ടു. മിറർ കണ്ടാൽ നമ്മൾ വെറുതെ വിടില്ലല്ലോ. പിന്നെ ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ട് എനിക്ക് അപ്പോൾ തോന്നി. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു നൈഫും ടിഷ്യൂസും അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ എടുത്തതെല്ലാം ബില്ലെടുക്കാൻ വേണ്ടി വന്നു. പിന്നെ നേരെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയായിരുന്നു കേട്ടോ. വീട്ടിലെത്തിയ ശേഷം പിന്നെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. ഫുൾ തിന്നാ ഒരു പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മാംഗോ സീസൺ ആയതുകൊണ്ട് ഉമ്മ ഡെയിലി ഇങ്ങനെ ജ്യൂസ് അടിച്ചു തരും. അപ്പോൾ വീട് എത്തിയതും ജ്യൂസൊക്കെ അടിച്ച് നമ്മൾ ജ്യൂസ് കുടിക്കുകയായിരുന്നു. ജ്യൂസ് കൂടെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ലഞ്ച് കഴിക്കാൻ പോയി. ലഞ്ചിന് ചോറും ചിക്കൻ കറിയായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം ഫോൺ നോക്കിയിരുന്നു. ഒരു ഈവനിങ് ആയപ്പോൾ ഒരു ഓരോ ബിസ്ക്കറ്റൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ കോൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. കറണ്ട് പോയ സമയത്ത് ഇതൊക്കെ തിന്നാൻ ഭയങ്കര സുഖം ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഇടയ്ക്ക് ഒരു ഭാഗത്ത് മാറ്റി വെച്ച് നേരെ ഞാൻ എഡിറ്റ് ചെയ്യാനിരുന്നു. ഞാൻ കൂടുതലൊരു ഈവനിങ് ടൈമിലൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുക. കാരണം ഉച്ചയ്ക്കൊക്കെ ഭയങ്കര നോയ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര നോയ്സാണ്. എൻ്റെ അടുത്ത് മൈക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ കൂടുതൽ ഈവനിങ് ആണ് കൊടുക്കുക. അതാകുമ്പോൾ വീട്ടിൽ അങ്ങനെ ഭയങ്കര നോയ്സ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഫുഡ് ഇടയിൽ കഴിഞ്ഞിട്ട് പിന്നെ നേരെ എഡിറ്റ് ചെയ്യാനിരിക്കുകയാണ് ചെയ്തത്. എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ ഈ കാളം കഴിക്കാൻ പോയിട്ട് പിന്നെ ഡിന്നറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി സ്കിൻ കെയർ ആയിരുന്നു. സത്യം പറഞ്ഞാൽ സ്കിൻ കെയറിൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് റെക്കോർഡായില്ല. അത് ഞാൻ എന്ത് ചെയ്യാനാണ്. പിന്നെ ഞാനിപ്പോൾ റെക്കോർഡാവാത്ത സ്ഥിതിക്ക് ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരെ പോയി കടന്നുറങ്ങി. പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വിശേഷം. വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.